വിജയുടെ TVK എന്ന് പറയുന്ന പാർട്ടി അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിലൂടെയാണ് തമിഴ്നാട്ടിൽ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. വിജയ് മുഖ്യമന്ത്രിയായി മാറിയിരിക്കുന്നു. ഈ പാർട്ടി ഇനി അടുത്ത ലക്ഷ്യം വയ്ക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് കേരളത്തിൽ ഈ പാർട്ടി എല്ലാ അർത്ഥത്തിലും സജീവമാകാൻ പോകുന്നു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് തന്നെ. അതിനുള്ള നീക്കങ്ങൾ ഓൾറെഡി അവർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുക തന്നെയാണ്. ഈ പാർട്ടി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ഉപയോഗം, അല്ലെങ്കിൽ ഈ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ക്ലച്ച് പിടിക്കുമോ, നേട്ടമുണ്ടാക്കുമോ, നഷ്ടമാർക്ക് സംഭവിക്കുമെന്നുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വിജയുടെ പാർട്ടി തമിഴ്നാട്ടിൽ ഒറ്റയടിക്ക് അധികാരത്തിൽ വന്നു എന്ന് കരുതി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു തരത്തിൽ സാധ്യമല്ല എന്നുള്ളത് ആദ്യത്തെ ഉത്തരം. പക്ഷേ ഈ പാർട്ടിക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരും. അതായത് കേരളത്തിൽ നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ രീതികളിൽ വലിയ തോതിലുള്ള ഒരു വിള്ളലുണ്ടാക്കാനായിട്ട് ചിലപ്പോൾ ഈ പാർട്ടിക്ക് സാധിച്ചെന്ന് വരും. അതായത് വോട്ടുകൾ പല രീതിയിൽ പല തരത്തിൽ സ്പ്ലിറ്റായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് LDFനും UDFനുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഇടതിനും വലതിനും ഈ രണ്ട് പാർട്ടികളുടെ വോട്ടുകളാണ് വളരെ വലിയ തോതിൽ വിള്ളലുണ്ടാവാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത. ഇതിൽ നേട്ടമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ നേട്ടമുണ്ടാവാനായിട്ട് ഏറ്റവും സാധ്യതയുള്ളത് BJPക്കാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. കാരണം വിജയ് തമിഴ്നാട്ടിൽ വന്നു, അവിടെ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ചത് DMK ആയിരുന്നു. DMK എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതായത് DMKയുടെ വോട്ടുകൾ ഭൂരിഭാഗവും വിജയ് കരസ്ഥമാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളായിട്ടുള്ള LDF UDF, അതിൽ BJP മൂന്നാം മുന്നണിയാണ്. അതിൽ LDF UDF തമ്മിലുള്ള ആ ഒരു അന്തരവ്, അവർക്കിടയിൽ ഒരു വിള്ളലുണ്ടാക്കുന്ന തരത്തിലോട്ട് വിജയുടെ TVK എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറുമെന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അത് തമിഴ്നാട്ടിലെ പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതും വാസ്തവമാണ്. കാരണം തമിഴ്നാട്ടിലെ ജനങ്ങളെ പോലെ അല്ല കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളത് മറ്റൊരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും വിജയുടെ പാർട്ടി കേരളത്തിൽ വന്നു എന്ന് കരുതി ഒറ്റയടിക്കൊന്നും തന്നെ ഇവിടെ ഒന്നും തന്നെ ഉണ്ടാവാനായി പോകുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം. അതുമാത്രമല്ല, വിജയുടെ ഇനി തമിഴ്നാട്ടിലെ ഭരണം എങ്ങനെയായിരിക്കും, വിജയ് ഓരോ കാര്യത്തിൽ എടുക്കുന്ന നിലപാടുകൾ എങ്ങനെയായിരിക്കും, മുല്ലപ്പെരിയാർ വിഷയത്തിൽ വിജയ് എടുക്കുന്ന എന്ത് തരത്തിലുള്ള ഡിസിഷൻ ആയിരിക്കും എന്നതൊക്കെ തന്നെയും കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വിജയ്ക്ക് അത്ര ഈസി അല്ല കേരളത്തിൽ വന്ന് നിലയുറപ്പിക്കുക എന്ന് പറയുന്നത്, അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത് വാസ്തവം. ഇനി അങ്ങനെ നിലയുറപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ പോലും അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ഇടതിനും വലതിനുമാണ്. അവരുടെ വോട്ടുകളിലാണ് വളരെ വലിയ തോതിലൊരു വിള്ളൽ ഉണ്ടാവാനായിട്ട് പോകുന്നത്. അത് സ്പ്ലിറ്റായി മാറിപ്പോവുകയും അത് ഈ പറയുന്ന തരത്തിൽ പല പാർട്ടികളിലേക്കും എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്താൽ ഇവിടുത്തെ ഇടത് വലത് ഭരണമാണ് ഇല്ലാതായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകാനായിട്ട് പോകുന്നത് BJPക്ക് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെയും TVK എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ കോട്ടം തട്ടാനായി പോകുന്നത് ഇവിടുത്തെ UDFനും ഇടതുപക്ഷത്തിനുമായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതായത് BJP ലക്ഷ്യം വയ്ക്കുന്ന കാര്യത്തിലോട്ട് കൂടുതൽ എളുപ്പത്തിലെത്താൻ സാധിക്കുന്ന വണ്ണം വിജയുടെ പാർട്ടിയുടെ വരവ് കേരളത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാനുള്ള സാധ്യത ഏറെ കൂടുതലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ വിജയ്ക്ക് കേരളത്തിൽ ക്ലച്ച് പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതും മറ്റൊരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. കാരണം തമിഴ്നാട്ടിൽ ഒറ്റയടിക്ക് അധികാരത്തിലെത്തിയെന്ന് കരുതി കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ഒരു സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ട് ഓൾറെഡി വിജയ്ക്ക് ഈ പറയുന്ന തോതിൽ കേരളത്തിൽ ആരാധകരുണ്ട്. അത് വിജയുടെ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് ആരാധകരായവരാണ്. തമിഴ്നാട്ടിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവർ വേറൊരു തരത്തിൽ ചിന്തിക്കുന്നവരാണ്. അതായത് ആ ഒരു ആരാധന മൂത്ത് അവർ ആ ഒരു തരത്തിൽ വിജയെ വിജയിപ്പിച്ച് മുഖ്യമന്ത്രിയാക്കി വിജയ്ക്ക് നേട്ടമുണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തു. പക്ഷേ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സിനിമ ആരാധന വേറെ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയം വേറെ എന്നുള്ള തരത്തിലും ചിന്തിക്കുന്ന വ്യക്തികളാണ് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും TVK എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ വന്നുകൊണ്ട് ഒരു ചലനമുണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല.
പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചലനം ഉണ്ടായാൽ പോലും അതിൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ തോതിൽ അത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും കേരളത്തിലെ വിജയുടെ പാർട്ടിയുടെ വരവ് ഒരു ശുഭസൂചനയായിട്ട് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും എന്തായാലും ഏറ്റെടുക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വിജയെ സംബന്ധിച്ചിടത്തോളമായാലും TVK എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളമായാലും കേരളത്തിൽ ക്ലച്ച് പിടിക്കുക എന്നുള്ളതും അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. എന്തായാലും ഇതിന് നടുവിൽ നേട്ടമുണ്ടാക്കുന്നത് TVK എന്ന് പറയുന്ന പാർട്ടി കേരള ഘടകം ആ ഒരു തരത്തിൽ എത്തിയാൽ പോലും, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ക്ലച്ച് പിടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയാൽ പോലും അതിൽ ഏറെ നേട്ടമുണ്ടാകാൻ പോകുന്നത് BJPക്കായിരിക്കും. അത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഇടതിനും വലതിനും വളരെ ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് ഭാവിയിൽ മാറുമെന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.